ബലിപെരുന്നാൾ നമസ്കാരത്തിന് വരെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു.പി. സർക്കാർ. റോഡ് അല്ലെങ്കിൽ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള നമസ്കാരങ്ങൾ പാടില്ലെന്ന് യോഗി ആദിത്യനാഥ് പുറത്തിറക്കിയ നിർദ്ദേശക്കുറിപ്പിൽ പറയുന്നു. അതുപോലെ തന്നെ നിസ്കാരത്തിനൊക്കെ വലിയ നിയന്ത്രണങ്ങളാണ് ഉത്തർപ്രദേശിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് പ്രശാന്ത് സാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിൽ എത്തിയിരിക്കുന്നത്? യോഗി വന്നതിന് ശേഷം പറയുന്നത് ഈ യു-പിയിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യത്തിനകത്തും നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേറ്റില് യോഗി ഇപ്പൊ രണ്ടാം ടേം, ആദ്യത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം വന്നതിന് ശേഷം അവിടെ പണ്ടത്തെ കൂട്ട് ഉള്ള പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ എന്നും ഈ പറയുന്ന പരസ്പര ഹിന്ദു മുസ്ലിം ലഹള ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന യു-പി. യു-പിയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നും ഉണ്ടാകാത്ത അല്ലെങ്കിൽ എന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. പല വിഷയങ്ങൾക്കകത്ത് പല പ്രദേശങ്ങളിലാണ്. ഇപ്പം ഇദ്ദേഹത്തിന് വന്നതിന് ശേഷം ഗുണ്ടാരാജ് അല്ലെങ്കിൽ പല കാര്യത്തിനകത്തും വന്നതുപോലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനകത്ത് വളരെ കൃത്യമായിട്ട് നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന ഒരവസ്ഥ, അല്ലെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ബക്രീദ് ആയാലും കൊള്ളാം, മുസ്ലിങ്ങളുടെ മറ്റ് പല ആചാരങ്ങളായാലും കൊള്ളാം, ഇത് ഹിന്ദുക്കളുടെ ആചാരങ്ങളായാലും കൊള്ളാം, എല്ലാത്തിനകത്തും ഈ നിയന്ത്രണം വളരെ കൃത്യമായിട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നാളെയാണ് നമ്മളുടെ ഇവിടുത്തേക്ക് ബക്രീദ് ആണെന്ന് പറയുന്ന ദിവസം, കലണ്ടറിലെ നാളെയാണ്. അപ്പൊ ബക്രീദിന് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ബക്രീദ് ആഘോഷത്തിന്റെ മറവിൽ പറയുന്നത് പോലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതായത് ടൗണുകൾ ഏറ്റെടുക്കുക, എവിടെയും വെച്ച് എന്തും നടത്തുക, മൃഗത്തെ എവിടെയും വെച്ച് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരല്ല, ഇതിനകത്തൊരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള മതമൗലികവാദികൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവര് ഈ അവസരം ഒരു ആഘോഷത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ആഘോഷമാണെന്ന് കണ്ട് ബാക്കിയുള്ള ആൾക്കാരെ, സാധാരണക്കാരെ അല്ലെ മതത്തിൽ ആൾക്കാരെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് പലവട്ടം നടന്നിട്ടുള്ള സംസ്ഥാനവും അതിന്റെ കെയർ ഓഫിൽ ഏറ്റുമുട്ടലുണ്ടായി രാജ്യത്ത് ഉണ്ടാകുന്നതുമായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നിബന്ധനകൾ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ടാസ്ക് ഫോഴ്സിനെയൊക്കെ പുള്ളി കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പശുവിനെ അറക്കാൻ പാടില്ല, ഒട്ടകത്തെയും പറ്റത്തില്ല. ഈ പറയുന്നത് പോലെ ആഘോഷം നടത്തുന്നിടത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ആഘോഷത്തിൽ ഏർപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ശുദ്ധവും വൃത്തിയുമായിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ സൂക്ഷിക്കണം. മൂന്നാമത്, റോഡിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും നിസ്കരിക്കാൻ പാടില്ല, അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ഏർപ്പെടുത്താൻ പാടില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പശുവിനെയും അല്ലെ ഈ ജന്തുക്കളെയും ഒക്കെ അറുത്തിട്ട് അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു കാരണവശാലും പാടുള്ളതല്ല. അതുപോലെ ഈ മൃഗങ്ങളെ കൊല്ലുന്നതിന്റെ രക്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ റോഡിലോ ഡ്രെയിനേജിലോ ഒന്നും അല്ലെങ്കിൽ ഡംപ് ചെയ്യാനോ അത്തരത്തിൽ കാര്യങ്ങളൊന്നും പാടില്ല. ഈ രീതിയിലേക്ക് വളരെ കൃത്യമായ ഒരു നിബന്ധനയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ നാളെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ആഘോഷങ്ങൾ യാതൊരു കാരണവശാലും റോഡിലാവാൻ പാടില്ല. അപ്പർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക പ്രദേശങ്ങളുണ്ട്, ഈ പ്രദേശത്ത് മാത്രം നിന്നിട്ടുള്ള ആഘോഷങ്ങൾ, അത്തരത്തിൽ ആഘോഷങ്ങൾ ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. മറ്റ് പല പ്രദേശങ്ങളിലേക്കോ ആഘോഷങ്ങൾ മറ്റാൾക്കാർക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉത്തരവാദിത്വം അല്ലെങ്കിൽ യാതൊരു പരാതിയും ഇല്ലാതെ തന്നെ പോലീസ് കേസെടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഈ അതാത് ആഘോഷങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾക്കകത്തുള്ള ഈ ഉത്തരവാദിത്വപ്പെട്ട പള്ളിയുടെ ആൾക്കാരെ എല്ലാം വിളിച്ചാണ് ഇത്തരത്തിൽ കാര്യം കൊടുത്തത്. കാരണം ഈ പ്രദേശത്ത് നിന്ന് ഒരു അക്രമം ഉണ്ടായാൽ ആ പ്രദേശത്തെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ പേരിലായിരിക്കും കേസെടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ ഉസ്താദ് കാണും, അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റിക്കാർ കാണും, അതിന്റെ വേണ്ടപ്പെട്ടവർ കാണും. ഈ രീതിയിലേക്ക് അവരുടെ പേരിൽ കേസെടുക്കുന്നതും പൊതുമുതൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ
ഈ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പം ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് മാത്രമേ ഉള്ളല്ല. ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷം, ഹോളി ആഘോഷം, മറ്റെല്ലാ ആഘോഷത്തിനകത്തും ഈ അക്രമ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്പൊ ഹോളി ആഘോഷം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ആഘോഷം, അല്ലെങ്കിൽ ഗണപതിയുടെ ഈ ഉള്ള ആഘോഷങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് യുപിയിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവിടുത്തെ ആ സമയത്ത് ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മോസ്കുകൾ ഉണ്ടെങ്കിൽ ആ മോസ്കുകൾ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു പറയും, ഇതിലെ കൂടെ ഈ ജാഥ കടന്നു പോകുന്നുണ്ട്, ഈ ജാഥയ്ക്ക് എതിരായിട്ട് അവിടെ ആൾക്കാർ സംഘടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ പള്ളിയുടെ ഭാഗത്ത്, പണ്ടൊക്കെ അങ്ങനെ പള്ളിയുടെ ഭാഗത്ത് പുറത്ത് ഭാഗത്ത് നിൽക്കുക, അവിടെ നിന്ന് അവരെ ഉപദ്രവിക്കുക, ചൂടുവെള്ളം കോരി ഒഴിക്കുക. അപ്പൊ പറഞ്ഞ് നേരത്തെ പറയും ഇന്ന പ്രദേശത്തൂടൊക്കെയാണ് പോകുന്നത്, ആ ഭാഗത്തുള്ള പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചിട്ട് യോഗി അല്ലെങ്കിൽ യോഗി ഗവൺമെന്റ് പറയാറുണ്ട്, ഈ ഭാഗത്തൂടെ പോകുമ്പോൾ അക്രമം ഉണ്ടായാൽ ആ ഭാഗത്ത് പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് സമാധാനം പറഞ്ഞാൽ മതിയാകത്തുള്ളൂ. ആദ്യമേ കേസെടുക്കുന്നതും അകത്താക്കുന്നതും അവരെയായിരിക്കും. ഇതുപോലെ തന്നെ മുസ്ലിം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ബക്രീന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം അതിന്റെ ജാഥയോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒക്കെ ഈ ഗവൺമെന്റ് അനുമതി മേടിച്ചുകൊണ്ട് ഈ അമ്പലങ്ങളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ മറ്റു ഭാഗത്തുനിന്നും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അമ്പലത്തിന്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായാൽ അമ്പലത്തിന്റെ ഭാഗത്ത് ഉള്ള ആൾക്കാരെ എടുത്ത് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറയാറുണ്ട്. പറഞ്ഞിട്ട് ആഘോഷങ്ങൾക്ക് ആ അമ്പലത്തിൽ, അപ്പം അതിനകത്ത് യാതൊരു രീതിയിലുമുള്ള പരിഗണന ഹിന്ദു ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ വേർതിരിച്ചൊന്നും യോഗി കാണില്ല. മൊത്ത ജനങ്ങളുടെയും ഒരു വിഷയം വന്നാൽ, മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം വന്നാൽ ആ ആഘോഷത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്കായിരിക്കും, ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ ഹിന്ദുക്കൾക്കായിരിക്കും. ആ രീതിയിലൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ യോഗി ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ കുറയുന്നു. വളരെ ഉത്തരവാദിത്വപ്പെട്ട രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബക്രീദ്, നാളെ ബക്രീദ് നടക്കുന്നുണ്ട്. ബക്രീദിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ടാസ്ക് ഫോഴ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്കപ്പുറം ഈ പറയുന്നത് ആര് പോയാലും ആരുടെ ഭാഗമല്ലാതെ കേസും ഉണ്ടാവും. അത് ഉസ്താദായാലും പള്ളിയിലച്ഛനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു മുക്രിയായാലും, ഇപ്പൊ നാളത്തേനകത്ത് ഹിന്ദുക്കൾ മുക്രികളും അല്ലെ പള്ളിയിലച്ഛനും ഒന്നും വരത്തില്ല. ഉസ്താദുമാരും അതിന്റെ നേതാക്കന്മാരും ഈ പറയുന്നത് പോലെ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഈ സംഘടനകളുണ്ടല്ലോ ഇവരുടെ ഭാഗത്ത്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇത് ജമ്മു കാശ്മീരിലും ഇപ്പം ഇന്നലെ നിബന്ധന കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പശുക്കളെ അറക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഈ രീതിയിലൊക്കെ പൊതുവായിട്ട് പ്രചരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മത ധ്രുവീകരണവും അല്ലെ അത്തരത്തിൽ ഒരു വയലൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ജന്തുക്കളെ കൊല്ലുന്നതും അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിനും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഗവൺമെന്റ് നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പകരമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നാളെ എല്ലാവരും ഉണ്ടാവണം. അതും പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള മത മൈത്രിയും ഐക്യവും നമ്മുടെ പട്ടാളത്തെ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുള്ള രീതിയിലേക്ക് പോവാണ്. അതിപ്പം യുപിയിലും ഈ ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തി അല്ലെങ്കിൽ ബക്രീദ് ആഘോഷങ്ങളിൽ നിബന്ധന ഏർപ്പെടുത്തിയതുപോലെ ജമ്മു കാശ്മീരിലും നിബന്ധന ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും യോഗിയുടെ ഈ നീക്കങ്ങൾ കൊണ്ട് പല ആഘോഷങ്ങളും മറ്റു പല സംസ്ഥാനങ്ങളും അക്രമസക്തമാകുന്നത് പോലെ ഇപ്പം യുപിയിൽ, അതായത് ഏറ്റവും വലിയ സംസ്ഥാനം, ഏതാണ്ട് 25 കോടിയോളം വരുന്ന ആൾക്കാരുള്ള സംസ്ഥാനമായിട്ട് പോലും പണ്ടത്തെ പോലെ ഒരു പ്രശ്നങ്ങളും ഒരു കുഴപ്പങ്ങളും ഉണ്ടാവുന്നില്ല. ഇതിനു വേണ്ടി ഈ പറയുന്ന മുസ്ലിം മത മേലധ്യക്ഷന്മാരും സംഘടനകളും ഒക്കെ ഗവൺമെന്റുമായിട്ട് വളരെ കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് അവർക്കും അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരല്ല, കൃത്യമായിട്ടുള്ള മുസ്ലിങ്ങളല്ല. അതിനകത്ത് നുഴഞ്ഞു കയറി ഈ പറയുന്നത് പോലെ മതമൗല്യവാദികളും ടെററിസ്റ്റ് ആശയമുള്ളവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾ സ്വാഗതം ചെയ്ത് മുസ്ലിം മതപണ്ഡിതന്മാരും മതമേലധ്യക്ഷന്മാരും മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഉത്തർപ്രദേശ് ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് യോഗി ആദിത്യനാഥ് സർക്കാർ വരുന്നതിന് മുൻപ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിം ഹിന്ദു ചേരിതിരിവും പരസ്പരമുള്ള ആക്രമണവുമായിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ രണ്ടാം ടേമിൽ
ഏറെക്കുറെ മുസ്ലിം ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ, വർഗീയ ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾക്ക് അയവുണ്ടായിരിക്കുന്നു, കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്തരത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അവിടെ നടപ്പിലാക്കുന്ന ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ കർശനമായതുകൊണ്ട് കൂടിയാണ്. കേൾക്കുമ്പോൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ നമസ്കാര പ്രാർത്ഥനകൾക്ക് വിപരീതമായി പറയുന്നു എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള അവിടെയുള്ള സർക്കാരിന്റെ തീരുമാനങ്ങളാണ് ആ സംസ്ഥാനത്ത് കൂടുതൽ സമാധാന അന്തരീക്ഷം പുലരാൻ സഹായിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.